അപൂർവങ്ങളായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ മാത്രം ആചരിച്ചു പോരുന്ന ഒരു ക്രിയാപദ്ധതിയും കൂടിയാണ്. അതാണ് അതിന് ഇത്രത്തോളം വിശേഷത ഉണ്ടെന്ന് തന്നെ പറഞ്ഞത്. ജീവിച്ചിരിക്കെ ഒരു മനുഷ്യന് ചെയ്യാവുന്നതിൽ കിട്ടാവുന്നതിലും വെച്ച് ഏറ്റവും മഹത്തരമായിട്ടുള്ള ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഈ നാടിനും ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് ഒരേ സമയം 5 ഇടങ്ങളിൽ പൂജ നടക്കുന്നുണ്ട്. സുബ്രഹ്മണ്യ സ്വാമി ഉള്ളിടത്ത് കുടുംബസമേതം ദേവതയും എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദേവന്മാരും ദേവിമാരുടെയും സാന്നിധ്യം ഉണ്ടെന്നുള്ളതാണ്. അതുകൊണ്ടാണ് അത് അങ്ങനെ ഒരുമിച്ചുള്ളൊരു പൂജ നമ്മൾ കൊണ്ടുവരാൻ കാരണം. എന്തുകൊണ്ടാണ് ഈ സുബ്രഹ്മണ്യ പൂജയെ ഈ ക്രിയാപദ്ധതിയുടെ ഭാഗമായി ചേർക്കാൻ തീരുമാനിച്ചത്? സുബ്രഹ്മണ്യൻ എന്ന് പറഞ്ഞ് പദ്ധതി എടുക്കുന്നതിന് പകരം നമുക്ക് മൊത്തമായിട്ട് എടുത്തു കഴിഞ്ഞാൽ എല്ലാ പൂജകളും അതിലേക്ക് വരും, എല്ലാ അധിദേവതകളും വരും. അപ്പോൾ ഒരു ദേശത്തിന് എന്ത് വേണമെന്ന് വെച്ചാൽ എനിക്ക് ധനം മാത്രം പോരാ, എനിക്കിത് മാത്രം പോരാ എന്ന് പറയുന്ന ഒരു കുടുംബത്തിന്, ഒരു ദേശത്തിന് എന്തൊക്കെ വേണം അത് മുഴുവൻ ഒറ്റ പൂജയിലേക്ക് ഇത് ചേർക്കാം. മറ്റിടങ്ങളിൽ നടക്കുന്ന പൂജകളിൽ നിന്ന് ഇവിടെ നടക്കുന്ന സുബ്രഹ്മണ്യ പൂജയ്ക്ക് ഇതിൽ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്. പാരമ്പര്യമായിട്ട് വന്നിരിക്കുന്നൊരു വിധിയോട് കൂടിയിട്ടുള്ള ക്രിയയാണെന്ന് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഈ പ്രപഞ്ചത്തിൻ്റെ രൂപമാണ്, ശരിക്കും ബ്രഹ്മാണ്ഡ രൂപമാണ് ശിവപാർവതി സമേതനായിട്ടുള്ള സുബ്രഹ്മണ്യ മഹാഗണപതി. വിദ്യയ്ക്കുള്ള ഏറ്റവും ദേവതയായിട്ടാണ് നമ്മൾ ബാലപരമേശ്വരിയെ കണ്ട. ഒരു കയ്യിൽ പുസ്തകവും അക്ഷമാലയും. വിദ്യയാണല്ലോ എല്ലാവർക്കും വേണ്ടത്, അറിവല്ലേ എല്ലാം വേണ്ടത്. അറിവുണ്ടായ എല്ലാം